അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്നവര് ചോദിക്കും. എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഇയാൾ ഒരു മിനിറ്റ്, ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ, ആ ഫേസ് ഒന്ന് കാണിക്കൂ. തനിക്ക് ഇതല്ലേ ഇഷ്ടം? അത് ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ ജീവിക്കും. ഹലോ ഗൈസ്, ഇതാരാണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ലക്ഷ്മി നക്ഷത്ര, നമ്മുടെ സ്റ്റാർ മാജിക്കിലെ എല്ലാമായ ലക്ഷ്മി നക്ഷത്രയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ലക്ഷ്മി നക്ഷത്ര എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഓൺലൈൻ മീഡിയാസ് ഏത് സെലിബ്രിറ്റീസ് എവിടെ എത്തിയാലും അവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരില് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. രേണുസുതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു മാസ് ഡയലോഗാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അതായത് പറയുന്നത്, അത് അവരുടെ ഇഷ്ടമല്ലേ എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കണ്ടന്റ് ആക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു വർത്താനം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു. ഇതാരാ ഈ പറയണേ? കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ലക്ഷ്മി നക്ഷത്ര തന്നെ നമ്മുടെ എന്താ പറയാ രേണുസുതിയെ വെച്ചിട്ട് കണ്ടന്റ് ആക്കിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ കാശുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. ആ ഒരു വ്യക്തി ഇപ്പൊ പറയുന്ന വീട്ടില് എന്താ പറയാ, എന്ത് നല്ല എന്താ പറയാ സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള പെൺകുട്ടിയാണ് ആ പറയുന്നത്. നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കണ്ടന്റ് ആക്കുന്നത് എന്തിനാന്ന്? ഇതാരോടായി പറയണേ? നമുക്കറിയാം, കൊല്ലം സുധി മരിച്ചപ്പോ മുതൽ കൊല്ലം സുധിയെ വെച്ച് കണ്ടന്റ് ആക്കിയിട്ടുള്ള, നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര. കൊല്ലം സുധി മരിച്ച ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് കണ്ടന്റുകൾ ചെയ്തു. അതിനുശേഷം എന്താ പറയാ, കൊല്ലം സുധിയുടെ വീട്ടിൽ പോകുന്നു, അത് കണ്ടന്റ് ആക്കുന്നു, ഭയങ്കര സാഡ് BGM ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ ഇവരുടെ രേണുസുതിയെ വെച്ചിട്ട് കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മി നക്ഷത്രം. അതിനുശേഷം കൊല്ലം സുധിയുടെ മണം പെർഫ്യൂം ആക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അവരെ വെച്ച് കണ്ടന്റ് ആക്കി പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര. എല്ലാവരും ഹാപ്പി ആണല്ലോ? അതാരും അതിന്റെ ഇടയിൽ മാസ്ക് വെച്ചിട്ട് മാസ്ക് ഒരു സംസാരിക്കൂ. പിന്നെന്താ, വിളിക്കാറുണ്ടല്ലോ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും. നിങ്ങൾ രേണുവിന്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ, അപ്പൊ മെസ്സേജ് അയക്കാറുണ്ടെന്നും വിളിക്കാറുണ്ടെന്നൊക്കെ രേണു പറയാണെന്ന് നിങ്ങൾ തന്നെയാണല്ലോ ഉത്തരങ്ങൾ ഒപ്പിയെടുത്തിട്ടുള്ളത്. ഈ ഒരു രസം വെറുതെ മതി. ഇനി താത്വിക അവലോകനം അധികം വേണ്ട കേട്ടോ. ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, ബൈ. എനിക്ക് എന്തായാലും ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് ഭയങ്കര ഓവർ സ്മാർട്ടായിട്ട് എനിക്ക് തോന്നി. കാര്യം എന്താ പറയാ, ഒരു വലിയ സെലിബ്രിറ്റി ഒക്കെയാണ്, ആയിക്കോട്ടെ. ഈ പറയുന്ന ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയും കൊല്ലം സുധിയുടെ മരണം വരെ വിറ്റ് കാശാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അവരുടെ ചാനലിൽ ഇപ്പോഴും എടുത്തു നോക്കിയാൽ അറിയാം, കൊല്ലം സുധി മരിച്ച ആ ഒരു സമയത്ത് ഇവരിട്ട വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരാണ് ഇപ്പോ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ഇപ്പൊ രേണുസുതിയെ വെച്ചിട്ട് എന്താ പറയാ, ഒരുപാട് രേണുസുതിയെ കണ്ടന്റ് ആക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് രേണുസുതിയുടെ ഓരോരോ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഓരോ ആൾക്കാർ കണ്ടന്റ് ആക്കി ചെയ്യുന്നത്. കാരണം കൊല്ലം സുധി മരിച്ചതിന് ശേഷം എന്താ പറയുക, ഈ പറയുന്ന എന്താ പറയുക രേണുസുതിയും അത് വെച്ച് മുതലാക്കുന്നു. സ്വന്തം ഭർത്താവിന്റെ പേര് വെച്ചിട്ട് ഇപ്പൊ അവർക്ക് ഓരോ അവസരങ്ങൾ കിട്ടുന്നത് കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിലാർക്കും നമുക്കാർക്കും ഒരു പരാതി ഒന്നും തന്നെ ഇല്ല. കാരണം അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടട്ടെ. പക്ഷെ ഒരുമാതിരി കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കും. കാരണം പബ്ലിക് ആയിട്ട് ഇതുപോലുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പ്രതികരിക്കും. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, ഇല്ലാന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. നമ്മളും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ഗോഷ്ഠികൾ, ചില കോപ്രായങ്ങളെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും, കൊല്ലം സുധിയെയും രേണുസുതിയെയും വെച്ചിട്ട് കണ്ടന്റ് ആക്കിയിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. മറ്റുള്ളവരെ അങ്ങോട്ട് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ലക്ഷ്മി നക്ഷത്രയുടെ സംസാരം. അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി അറിയാം, പെർഫ്യൂമിന്റെ പേരിലും അതുപോലെ കൊല്ലം സുധിയുടെ വീട്ടിൽ പോയിട്ടുള്ള പേരിലും അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടന്റുകളാക്കി ചെയ്തിട്ടുള്ള പൈസ മേടിച്ച് അതായത് യൂട്യൂബിൽ വീഡിയോ ഇട്ട് നല്ല രീതിയിൽ കാശുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇപ്പൊ മറ്റുള്ളവരെ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര, ഈ പറഞ്ഞ ന്യായീകരൻ, ഈ പറഞ്ഞ സംഭവങ്ങളോട് എനിക്ക് അത്ര വലിയൊരു ഇത് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിയും ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ലക്ഷ്മി നക്ഷത്രയുടെ ഒരു മാസ് ഡയലോഗ് കൂടെ ഒന്ന് കാണാം. ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യും. നല്ല കണ്ടന്റ് മേക്കർ ആണ് കേട്ടോ. ഏതാണ് കണ്ടന്റ് മേക്കർ അല്ലാത്തൊരാള് ലക്ഷ്മി നക്ഷത്ര?
ഇത് വേറെ വല്ലവരും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിച്ചേനെ. കാരണം സ്റ്റാർ മാജിക്കില് വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ലേ, സുധിയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരാരും ഇതുപോലെ സുധിയെ വെച്ചിട്ടോ അല്ലെ രേണു സുധിയെ വെച്ചിട്ടോ ഒന്നും കണ്ടന്റ് ആക്കി അവർക്കൊക്കെ യൂട്യൂബ് ചാനലുള്ള വ്യക്തികൾ തന്നെയാണ്. അവരാരും ഇതുപോലെ കണ്ടന്റ് ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര നല്ല രീതിയിൽ കൊല്ലം സുധിയുടെ മരണം വിറ്റ് കണ്ടന്റ് ആക്കി നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവർക്ക് ഇപ്പൊ ഈ ഒരു രീതി സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ സ്വന്തം ഭാഗം ക്ലിയർ ആയിരിക്കണം. ഇവർക്ക് ഇത് പറയാനുള്ള ഒരു യോഗ്യതയില്ല. കാരണം ഇവരും ഇതേ രീതിയിൽ കണ്ടന്റ് ആക്കിയിട്ട് അവരെ വെച്ചിട്ട് ഇവരുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇവർക്ക് നാണമുണ്ടോ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്നിട്ട് വലിയൊരു ഓവർ സ്മാർട്ടായിട്ട് അങ്ങ് വന്നിരുന്ന് സംസാരിക്കാൻ? ഇപ്പൊ അവര് കൊല്ലം സുധിയെ വെച്ചിട്ടോ അല്ലെങ്കിൽ രേണുവിനെ വെച്ചിട്ടോ വീഡിയോസ് ചെയ്യുന്നില്ല, കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യാറില്ല. പക്ഷേ അവര് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതി വൈറലായിട്ടുണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോസ് ആണ്. അതിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടി മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? അപ്പൊ ലക്ഷ്മി നക്ഷത്ര ഈ പറഞ്ഞ ന്യായീകരണങ്ങളോട് എന്താ പറയാ, തികച്ചും തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങളാണ്. കാരണം ഇവർ ഇതേ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും നാണമുണ്ടോ ഇതുപോലെ വന്നിരുന്നിട്ട് ന്യായീകരിക്കാൻ? എന്തായാലും കഷ്ടം തന്നെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലക്ഷ്മി നക്ഷത്ര ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.